ഇവിടെയാണ് വണ്ടി കടന്നു വെച്ചത്. വണ്ടി അതൊരു വർക്കത്തുള്ള വണ്ടിയായിരുന്നു. അപ്പോൾ മച്ചാമാരെ അങ്ങനെ നമ്മുടെ ഓട്ടോ കൊടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ വ്ളോഗ് അല്ലേ? അതെ, ഓട്ടോ ഇല്ലാത്തൊരു വ്ളോഗ്. ശരിക്കും പറഞ്ഞാൽ സങ്കടമുണ്ട്. പിന്നെ ആകെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി പോയേക്കണത് ഒരു സിനിമയിലേക്കാണ് എന്ന് പറയുമ്പോൾ കാര്യം ഇനി അവനെ കാണണമെങ്കിൽ ടിക്കറ്റ് കൊടുത്ത് പോയി കാണണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം, അഭിമാനമുണ്ട്. കാര്യം ഞങ്ങളുടെ ഇവിടെ വീട്ടിൽ കിടന്നിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവനെ കൊണ്ട്. കാരണം ഞങ്ങളുടെ അവസ്ഥകളൊക്കെ നിങ്ങൾക്ക് അറിയാം. കാര്യം പൈസ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു നിവർത്തി ഒരു കാര്യമില്ല. അവനവിടെ കിടക്കുക മാത്രമേ ഉള്ളൂ. വീഡിയോയില് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ലായിരുന്നു. വണ്ടി എന്താ കൊടുക്കണേനുള്ള കാര്യം എന്താണെന്നൊന്നും പറഞ്ഞില്ലായിരുന്നു. ശരിക്കും കൊടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളത് റെഡിയാക്കി ഇട്ടതായിരുന്നു. ഒരു 1.5 വർഷം മുന്നേ നല്ല സെറ്റപ്പ് ആക്കി ഇട്ടതായിരുന്നു. പക്ഷെ പിന്നെ നമ്മള് അത് കഴിഞ്ഞ ആപ്പ വന്ന സമയത്ത് ചെറുതായിട്ട് നോക്കാണ്ടായി. പിന്നെ അതൊക്കെ കിടന്നുപോയി. പിന്നെ ഞാനെടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ആണെങ്കിൽ ഇവിടെ നോക്കാണ്ടായി. പിന്നെ കുറച്ച് വർക്കൊക്കെ ആയി വണ്ടിക്ക്. പിന്നെ നമ്മുടെ ഒരു ആഗ്രഹത്തിന് വേറൊരു രീതിക്കും പണിതെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി ചോദിച്ചായിരുന്നു. അപ്പോൾ ഫുൾ എസ്റ്റിമേറ്റ് എടുത്തിട്ട് വന്നിട്ട് 10-25 രൂപയുടെ മേലെ വന്നു. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച നല്ല പോലെ പണിത് നല്ല കിടുക്കനാക്കി ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ആയിരുന്നു. അതെ, പക്ഷെ അത് സംഭവം നടന്നില്ല. 10-25 രൂപ പെട്ടെന്ന് പൊട്ടിക്കാനുള്ളൊരു സാമ്പത്തിക സ്ഥിതി ഇല്ലായിരുന്നതുകൊണ്ടാണ്. ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ തന്നെ പൊട്ടിച്ച് സാധനം റെഡിയാക്കി ഇപ്പോഴും ഇവിടെ കിടന്നേനെ. അതെ, അങ്ങനെയാണ് യാദൃശ്യമായിട്ട് സിനിമക്കാര് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. പിന്നെ ഇവിടെ വെറുതെ കിടക്കിയിരുന്നു. ഇവിടെയാണ് വണ്ടി കിടന്നത്. അത് കാണിച്ചു തരാം ഞങ്ങള്. അതിപ്പോ ശൂന്യമായിട്ട് കിടക്കുമ്പോ ശരിക്കും പറഞ്ഞ സങ്കടമുണ്ട്. അപ്പൊ അങ്ങനെ അത് കിടക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് തന്നെ ഒരു മനസ്സിന് ഭയങ്കര വിഷമായി. ഓടിക്കാനും പറ്റാനുള്ള ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, നമുക്ക് നോക്കാനും പറ്റാത്തൊരു സാഹചര്യം. ഇവിടെയാണ് വണ്ടി കടന്നു വെച്ചത്. വണ്ടിയുടെ ഇതേണ്ട ഈ സൈഡിൽ കൂടിയൊക്കെ വണ്ടി കയറ്റിയ പാടാണ്. ഇതില് പണ്ട് അച്ഛന്റെ വണ്ടി കിടപ്പുണ്ടായിരുന്നു. പിന്നെ അച്ഛന്റെ വണ്ടി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഈ വിറകൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വണ്ടി കൊണ്ടുവന്നപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. വീട്ടിലൊരു വണ്ടി കിടക്കണമല്ലേ, ആർക്കായാലും ഒരു സന്തോഷം ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങളിത് മൊത്തം ഒതുക്കി സെറ്റപ്പാക്കി. ഇതൊക്കെ മതി, ഇതൊക്കെ വണ്ടി കിടന്ന പാടാ കേട്ടെ. ഞാനിടക്ക് വെറുതെയൊക്കെ വന്നിരിക്കുകയൊക്കെ ചെയ്യും. ഇപ്പൊ ഈ സൈക്കിളിന്റെ സൈഡിലാണ് വെച്ചേച്ചത്. ഇവിടെ തന്നെ സൈക്കിളും വെച്ചേച്ചു. വണ്ടി ഇങ്ങോട്ട് കയറ്റി ഇടും. ശരിക്കും മാർക്കറ്റ് പ്ലേസ് ഇട്ട സമയത്താണ് പുള്ളിക്കാരൻ കാണും ആള് വന്നിട്ട്. പുള്ളി വലിയ ബാർഗൈനിങ് ഒന്നും ചെയ്യാൻ നിന്നൊന്നുമില്ല കേട്ടെ. നല്ലൊരു മനുഷ്യനായിരുന്നു. എന്തായാലും ഇനി സിനിമയിൽ കാണാനല്ല, അല്ല നല്ലൊരു ഇതിലോട്ടാണ് ഒരുപാട് ആൾക്കാർ വിളിച്ചു ചോദിച്ചു വണ്ടി തരുക എന്ന് വെച്ചാൽ. ഇപ്പൊ വണ്ടി ഇട്ടാലും OLX ഇട്ടാലും മാർക്കറ്റ് പ്ലേസ് ഇട്ടാലും ഒരുപാട് എൻക്വയറി വരും. അതിന്റെ കളർ കൊണ്ടാണോ എന്താണെന്നൊന്നും അറിയത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമുണ്ട്. കാരണം വണ്ടി ഇല്ലാണ്ട് കിടക്കുമ്പോ ഒരു സങ്കടല്ലേ. ഇപ്പൊ ശൂന്യമാണ്. ഇപ്പൊ ഒന്നും എത്ര മാസത്തോളം വണ്ടി അല്ലേ ഇവിടെ കിടന്നപ്പോ. അതെ, അമ്മൂമ്മ പറയുന്നത് ദൈവം. ഇവിടെ ഉണ്ടായിരുന്നപ്പോ ഉണ്ടല്ലേ, ഇടക്ക് റേഷൻ കടയിൽ പോകും, അവലെ പോകും, അല്ലാണ്ട് വേറെ വണ്ടിയിലല്ലേ. എല്ലാം പോയി. ഇനിയൊക്കെ സമ്പാദ്യം ഇല്ലാത്തോണ്ട് ഞങ്ങള് വണ്ടി കൊടുത്തത്. അയ്യോ, വണ്ടി കൊടുത്തതിനെ കുറിച്ച് അമ്മച്ചിയുടെ അഭിപ്രായം എന്താണ്? കൊടുക്കണ്ടായിരുന്നല്ലേ? വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകാനൊക്കെ വണ്ടി വേണമായിരുന്നു. അത് കാരണം എടുക്കണം, വണ്ടി എടുക്കണവരുണ്ട്. അതാണ് നല്ലത്. ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകണം. അല്ല, എന്നാലും ആ പഴയ വണ്ടി അവിടെ കിടക്കുമ്പോ ഒരു ഐശ്വര്യല്ലേ. അമ്മ വന്ന് ഇവരുടെ വണ്ടി പറയാൻ ഇപ്പോഴും ഉണ്ട്. അത് വീട്ടിൽ കിടക്കണം. അവരെ പോടപ്പോ എടുത്തിട്ട് പോയി എവിടെയും പോകാം. ഇനിയിപ്പോ മറ്റേ വണ്ടി എടുക്കേണ്ടി വരും. ഡ്രൈവർമാരെ വേണ്ട, അതല്ലേ ഞങ്ങൾക്ക് കുഴപ്പം. വണ്ടിയുണ്ട്. ഡ്രൈവറായി നിൽക്കണം. ഇവിടെ നേരത്തെ അച്ഛയുടെ വണ്ടി ഉണ്ടായിരുന്നു ഈ ഷെഡില്. അത് ചിറ്റപ്പന്റെ വീട്ടില് കിടപ്പുണ്ട്. അപ്പൊ ആ ഷെഡ് വെറുതെ കിടക്കണല്ലോ എന്നോർത്ത് അടുത്ത വണ്ടി കൊണ്ട് ഫില്ല് ചെയ്ത്. പക്ഷെ ഷെഡ് പിന്നെ ശൂന്യായി പോയി.
എല്ലാവർക്കും സങ്കടമുണ്ട്. വീട്ടില് നമ്മള് അന്ന് പറഞ്ഞൊന്നുമില്ല ഇങ്ങനെ വണ്ടി കൊടുക്കാൻ പോവുകയാണെന്നൊന്നും പറഞ്ഞൊന്നുമില്ല. ഒരു സുപ്രഭാതത്തി OLX മാർക്കറ്റ് പ്ലേസിൽ ഇട്ട് വിറ്റ്. എന്ത് ചെയ്യാൻ, നമ്മുടെ സാഹചര്യം വളരെ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് പണിതെടുക്കണമെങ്കിൽ നമ്മൾ 10-25 രൂപയ്ക്ക് മേലെ ചിലപ്പോ കേൾക്കണ ആൾക്കാർക്കൊന്നും 25 രൂപ ഒന്നും അല്ലായിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 25 രൂപ ഭയങ്കര വലിയൊരു ബഡ്ജറ്റ് ആയിരുന്നുകൊണ്ട് തന്നെ നമുക്കത് പണിയാനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു. ഒരു 10-30 രൂപയൊക്കെ എവിടെന്നെങ്കിലും യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടിയിരുന്നെങ്കിൽ തന്നെ പണിത് വെറ്റാക്കിയിട്ട് കണ്ണു കാണിക്കാൻ പോവുകയാണ്. കണ്ണ് കാണിക്കാൻ ആശുപത്രി പോവാ. അല്ല, ഇവിടെ അത്തപ്പള്ളിക്കൽ ക്യാമ്പാണ്. ക്യാമ്പാ. എന്നാ പറയാനാ. അപ്പൊ ഈ വണ്ടി പോയ ഒരു വണ്ടി എപ്പോഴെങ്കിലും കാശ് വരുമ്പോ വണ്ടി മേടിക്കല്ലേ. അതെ, പഴയതിനെത്ര കിട്ടിയാലായിരിക്കും. എന്നാലും അവൻ അങ്ങനെ കിടക്കുമ്പോ ഒരു ഇതായിരുന്നു. എല്ലാരും ഓട്ടോ മേടിക്കാനുള്ള പറയുന്നത്. നമ്മുടെ ഇപ്പൊ ഉള്ളൊരു വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ മാത്രമേ ഉള്ളു. ഒരു ആപ്പ വണ്ടി നമ്മൾ എടുത്ത് അത് മാത്രമേ ഉള്ളു. ഇപ്പൊ എന്റെ വീട്ടിൽ വന്നേക്കല്ലേ. ഇവിടെ അതെ, നമ്മുടെ മറ്റേ വണ്ടി ഇപ്പുറത്തെ ഈ വണ്ടി ഞങ്ങൾ ഇട്ടിരുന്ന് വീഡിയോ ഒക്കെ ചെയ്തോണ്ട്. ഞാനിപ്പോ എന്റെ അമ്മയുണ്ട്, അമ്മയുടെ ചോദിക്കുക. ഓട്ടോ കൊടുത്ത എന്താ? അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ അത് കൊടുക്കണ്ടായിരുന്നു. അവിടെ കിടന്നാൽ തീരുന്നില്ലേ? അതൊരു വർക്കത്തുള്ള വണ്ടിയായിരുന്നു. തിരിച്ച് അതുകൊണ്ടാ ഞാൻ പറഞ്ഞ സാമ്പത്തിക കാണാനൊരു ഐശ്വര്യമുള്ള വണ്ടിയായിരുന്നു. അമ്മ പറഞ്ഞ കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവസ്ഥ അതായത് കൊടുത്ത് സാഹചര്യം ഭയങ്കര മോശമായിരുന്നു കഴിച്ചു. പിന്നെ ഇതുണ്ടല്ലോ, ഇതിനാകുമ്പോ ഇത്തിരി മൈലേജും ഉണ്ട്. ഒരു തരി മൈലേജ് എന്ന് പറയുന്ന സാധനം ഇല്ല വണ്ടിക്ക്. 25 കിട്ടിയാൽ തന്നെ പറയാൻ കിട്ടിയെന്നുള്ളത്. ഇതാകുമ്പോ പിന്നെ ഒരു 10-30-35 കിട്ടുകൊണ്ട് ഡീസലും ആയതുകൊണ്ടാണ് കൊണ്ടു നടക്കണത്. അല്ലെങ്കിൽ ഇതും കൂടി തന്നെ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ 2 വീട്ടുകാരെ റിയാക്ഷനാണ് കാണിച്ചത്. ശരിക്കും സങ്കടമുണ്ട്. ഓട്ടോ കൊടുത്തിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ്. പക്ഷെ സാഹചര്യം വന്നപ്പോൾ കൊടുത്തു. കാര്യം ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ലാത്ത കൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ഞങ്ങളുടെ ബ്ലോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ളൂ ഇനി മുന്നോട്ടുള്ളൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ. അടുത്ത വണ്ടി ഞങ്ങൾക്ക് മേടിക്കണം. അതെ, എന്താവും എന്നുള്ള അറിയില്ല. അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വെച്ചിട്ട് ഉടനെ വരുന്നേക്ക് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ടാറ്റ.